നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാൻ നിന്നെ ഒരുപാട് വിഷമിപ്പിച്ചു. എല്ലാം എന്റെ തെറ്റാ. ഇനി ഒരിക്കലും ഞാൻ നിന്നെ വിഷമിപ്പിക്കില്ല. നിന്നെ ഞാൻ വേദനിപ്പിച്ചതിനുള്ള ശിക്ഷയായിട്ടാണോ ഭഗവാൻ നിനക്കിങ്ങനെ ഒരു അപകടം വരുത്തി എന്നെ വേദനിപ്പിക്കുന്നത്? ഞാൻ ചെയ്തു പോയ തെറ്റിന് എന്ത് പരിഹാരം വേണമെങ്കിലും ഞാൻ ചെയ്യാം. എനിക്ക് നിന്നെ തിരിച്ചു വേണം ഗംഗേ. എന്തായി മോളെ? ആ ഗംഗ തീരുവോ? ഇതോടെ അവളുടെ ശല്യം അവസാനിക്കോ? തീർന്നില്ലെങ്കിൽ തീർക്കണം. അവളെ ഇനി വച്ചോണ്ടിരുന്നാ ശരിയാവില്ല. അതിന് തലയ്ക്ക് ഇത്ര ക്ഷതമൊക്കെ ഏറ്റതല്ലേ? തീർന്നു പോയിന് ഇത്രയും പോരെ? അതെ, തീർന്നു പോവേണ്ടതാ. പക്ഷേ അവളെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ മഹിയേട്ടൻ കഴിവിന്റെ പരമാവധി ശ്രമിക്കും. മഹിയേട്ടന് ഗംഗയോടുള്ള തെറ്റിദ്ധാരണയൊക്കെ മാറി അമ്മേ. അതെങ്ങനെ? മിണ്ടാൻ പറ്റാതെ കിടക്കുന്ന ഗംഗ എങ്ങനെയാ മഹിയെ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കുന്നേ? അതെല്ലാം രാജയുടെ പണിയാ. അവളാ എല്ലാം മഹിയേട്ടനെ ബോധ്യപ്പെടുത്തിയത്. എല്ലാം മനസ്സിലായതിന്റെ കൂടെ ഗംഗയുടെ ഇപ്പോഴത്തെ അവസ്ഥ കൂടെ ആയപ്പോ മഹിയേട്ടന് സെന്റിയായി. എന്നിട്ട് അയാള് ചെന്ന് ആ ഗംഗയെ ആശ്വസിപ്പിക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു. ആ കാഴ്ച സഹിക്കാൻ പറ്റാതെയാ ഞാൻ അവിടെ ഇറങ്ങി പോന്നത്. നാത്തുനെ, ഇത് കേട്ടോ? എന്താ? ആ രാജി മഹിയോട് എല്ലാം പറഞ്ഞു കൊടുത്തുന്ന്. ഗംഗയോടുള്ള മഹിയുടെ തെറ്റിദ്ധാരണ എല്ലാം മാറി വീണ്ടും പഴയതുപോലെ ആയിന്ന്. നേരാണോ ശ്രേയെ? അതെ, ഒരു വിധത്തിലാ മഹിയുടെ ഗംഗയുടെ ഒരു അകൽച്ച ഉണ്ടാക്കിയെടുത്തത്. ഇപ്പൊ അതെല്ലാം വെറുതെയായി. ഇനി മഹിയുടെ മനസ്സിൽ എനിക്ക് എങ്ങനെ സ്ഥാനം കിട്ടും? നമ്മൾ ചെയ്തതെല്ലാം വെറുതെ ആയില്ലേ? എല്ലാത്തിനും കാരണം ആ രാജിയാ. അവളെ വെറുതെ വിടരുത്. ഓരോ ദിവസവും ശത്രുക്കളുടെ എണ്ണം കൂടി വരിക. ഗംഗ നമുക്കെതിരെ ആളെ കൂട്ടുക. അതിനവൾ എന്റെ മകന്റെ ജീവിതമാണ് നശിപ്പിച്ചത്. ഇതിനൊക്കെ അവളും അനുഭവിക്കണം. ഗംഗയും രാജി അനുഭവിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. എന്റെ ആഗ്രഹവും ലക്ഷ്യവും സാധിക്കാതെ ഈ വീട്ടിൽ ഞാൻ ഇങ്ങനെ കഴിയാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി? ഇതിനെല്ലാം ഒരു അവസാനം വേണ്ടേ? എനിക്ക് ഇനി ഇത് സഹിക്കാൻ വയ്യ. മോളെ, നീ ഇങ്ങനെ വിഷമിക്കാതെ. രാജി എന്തൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിലും മഹിയുടെ തെറ്റിദ്ധാരണ മാറിയിട്ടുണ്ടെങ്കിലും അതൊന്നും കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവാൻ പോകുന്നില്ലല്ലോ. ആ ഗംഗ ഇതോടെ തീരും. അവൾ ഈ അവസ്ഥയിൽ നിന്ന് ഇനി രക്ഷപ്പെടാനൊന്നും പോകുന്നില്ല. അതാണ് നമുക്കും വേണ്ടത്. അങ്ങനെ സംഭവിച്ചാൽ അത് ഗംഗയുടെ ഭാഗ്യം. അല്ലെങ്കിൽ അവൾ ഈ വീട്ടിൽ വന്ന് നരകയാതന അനുഭവിക്കേണ്ടി വരും. ആ രാജിയും ഇനി അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഗംഗ തീർന്നാ പിന്നെ രാജി ഒഴിവാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല നാത്തൂനെ. ആരെന്ത് ചെയ്താലും കുഴപ്പമില്ല. എനിക്കിനി ഇങ്ങനെ ജീവിക്കാൻ വയ്യ. എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ, അല്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. എന്റെ ക്ഷമ നശിച്ചു തുടങ്ങി. ഇതോടെ ആ ഗംഗ അവസാനിച്ചില്ലെങ്കിൽ ഇതുവരെ ചെയ്ത ആ ഒളിഞ്ഞും മറിഞ്ഞുള്ള കളികള് ഞാനങ്ങ് നിർത്തും. നേരിട്ട് തന്നെ അവളെ ഞാൻ കൊല്ലും. മോളെ, നീ ഇങ്ങനെ വെറുതെ ടെൻഷൻ ആവാതെ. ഗംഗ ഇതോടെ തീരും മോളെ. എനിക്കത് ഉറപ്പാ. അതെ, നീ ധൈര്യമായിട്ടിരിക്കും ശ്രേയെ. നിന്റെ ആഗ്രഹം നടക്കും. അത് ഞാൻ നിനക്ക് പണ്ടേ തന്ന വാക്കായിരുന്നു. ഞാൻ എന്നും ശ്രമിക്കുന്നതും അതിനുവേണ്ടി തന്നെയാ. ഇനി അധികം താമസിക്കാതെ അത് സംഭവിച്ചിരിക്കും. എന്റെ മോളുടെ പ്രാർത്ഥന കേട്ട് ഗംഗയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. എനിക്കിനി ഗംഗയെ പഴയ അവസ്ഥയിൽ എല്ലാ ഓർമ്മകളുമുള്ള ഗംഗയായി തിരിച്ചു തരണേ. ഭഗവാനെ ശ്രീ മഹേശ്വര, ഗംഗയുടെ അസുഖമെല്ലാം വേഗം മാറുമെന്ന് ഡോക്ടർ പറഞ്ഞു. തിരുമേനി പറഞ്ഞതുപോലെ എല്ലാം ഞാൻ ചെയ്തു.
അപ്പൊ ഗംഗയ്ക്ക് അസുഖം കുറഞ്ഞിട്ടുണ്ട്. ഇനി വേഗം അസുഖമൊക്കെ മാറി ഗംഗ എന്റെ അമ്മയെ തിരിച്ചു തരണേ ശ്രീ മഹേശ്വര. ശ്രീ മഹേശ്വര രക്ഷിക്കണേ. ഗംഗയിടയ്ക്ക് ഉണർന്നായിരുന്നോ? ഇല്ല ഡോക്ടർ. ഉണർന്നാൽ എന്നെ വിളിക്കണം. ശരി ഡോക്ടർ. ഡോക്ടർ ഗംഗേച്ചി. മാളു. ഗംഗേ, ഞാനിത് എവിടെയാ? മാളു എവിടെ? മഹേട്ടൻ. രാജി. മഹേട്ട, ഗംഗേച്ചി കണ്ണു തുറന്നു. മാളൂന്ന് വിളിച്ചു. ഈശ്വര, ശ്രീ മഹേശ്വരൻ ഗംഗയെ രക്ഷിച്ചതാച്ചാ. വാ നമുക്ക് ഗംഗയെ കാണാം. വാ. ഗംഗേ. മാളു. ഞങ്ങൾ ശ്രീ മഹേശ്വരന്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ട് വരികയാ ഗംഗെ. ഗംഗയുടെ അസുഖം എല്ലാം ശ്രീ മഹേശ്വര മാറ്റും. മഹേട്ടാ. ഒന്നും പേടിക്കണ്ട, എല്ലാം ശരിയാവും. വീട്ടിൽ നിന്ന് ശ്രേയച്ചിയാ വിളിക്കുന്നേ. ഞാൻ വിവരം പറഞ്ഞിട്ട് വരാം. ഹലോ. ഹലോ രാജി, ഗംഗയ്ക്കിപ്പോ എങ്ങനെയുണ്ട്? എന്തെങ്കിലും പറയത്തക്ക വിശേഷമുണ്ടോ? ആ ഉണ്ട് ചേച്ചി. എന്താ എന്താ രാജി? ഗംഗേച്ചി ഉണർന്നു. മാളൂന്ന് വിളിച്ചു. ഉണർന്നോ? ആ. അപ്പൊ ബ്രെയിൻ ഡാമേജ് ആയിട്ട് ഓർമ്മക്കുറവുണ്ടാവുന്നൊക്കെ ഡോക്ടർ പറഞ്ഞതാ. ഡോക്ടർ പറഞ്ഞതൊക്കെ ശരിയാ. പക്ഷേ ഈശ്വരാനുഗ്രഹം കൊണ്ട് അങ്ങനെയൊന്നും സംഭവിച്ചില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.